നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്ന് രണ്ടാം മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. ആദ്യ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിജയം അനിവാര്യമാണ്. ഈ മത്സരത്തിൽ സൂപ്പർ കപ്പ് ദുരന്തമായിട്ട് അവസാനിച്ചു. സൂപ്പർ ലീഗിൽ ആദ്യ കളി വിജയിച്ചതുമില്ല, അങ്ങനെ നിൽക്കുകയാണ്. ടീമിന്റെ പ്രതീക്ഷ അത്രയും ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 3 കളികളിലും ഗോളടിച്ചു. പക്ഷേ ടീമിന്റെ വിജയം അകന്നു പോകുന്നതിൽ ഡിഫൻസിന് നല്ല പങ്കുണ്ട്. ഡിഫൻസ് മികച്ച പ്രകടനം നടത്തിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയൂ. ഇപ്പോൾ ഡിഫൻസ് ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് PSG നിന്ന് മിലൻ സ്ക്രിനിയറെ കൊണ്ടുവരാൻ അൽ നസർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ മൂവ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ആൻഡേഴ്സൺ ടാലിസ്ക, മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ടാലിസ്ക ക്ലബ്ബ് വിടാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ മാത്രമേ ഒരു വിദേശ താരത്തെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഒരു പക്ഷേ ടാലിസ്കയുടെ അൽ നസറിനായിട്ടുള്ള അവസാന കളി ആയേക്കുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 അൽ ഫൈഹയ്ക്കെതിരെയാണ് അൽ നസറിന്റെ മത്സരം വരുന്നത്. ഇതിനുവേണ്ടി ഓൾറെഡി അൽ നസറിന്റെ ടീം ഖസീമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അൽ നസർ ഇപ്പോൾ ഒരു കളി കളിച്ചു, ഒരു സമനില, ഒറ്റ പോയിന്റ്, 10ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അൽ ഫൈഹ കളിച്ച ആദ്യ മത്സരം പൊട്ടി, പോയിന്റ് ഒന്നുമില്ലാതെ 13ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും ആദ്യ 11-ൽ എന്നുള്ളത് ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ ലാപ്പോട്ടും ലജാമിയും സെന്റർ ബാക്കുമാരുടെ റോളിലും ടെല്ലസും സുൽത്താനും ഇരു പാർശ്വങ്ങളിലും അണിനിരക്കും. മധ്യനിരയിൽ അൽ ഖൈബരിയും ബ്രസോവിച്ചും ഒപ്പം ഒറ്റാവിയോയും. ഇപ്പോൾ ബ്രസോവിച്ചിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കാൽമുട്ടിന് വേദനയുണ്ട് എന്ന് ഇന്നലെ അദ്ദേഹം കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഓക്കെ ആണ് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. അപ്പോൾ ഇന്ന് ബ്രസോവിച്ച് കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഖൈബരിയും ഒറ്റാവിയോയും ബ്രസോവിച്ചും മധ്യനിരയിൽ ഉണ്ടാകുമ്പോൾ മുന്നേറ്റങ്ങൾ നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം സാദിയോ മാനയും ആൻഡേഴ്സൺ ടാലിസ്കയും ഇറങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്നൊരു മികച്ച വിജയം ക്ലബിന് ആവശ്യമാണ്. അതോടൊപ്പം കോച്ച് ലൂയിസ് കാസ്ട്രോയുടെ നിലനിൽപ്പിനും ഇന്നത്തെ വിജയം അനിവാര്യമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.